അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റജബ് മാസം വളരെ പവിത്രമായ മാസമാണ്. റജബുൻ ഷഹറുള്ള, അള്ളാഹുവിന്റെ മാസമാണ് റജബ് എന്ന് പറയുന്നത്. നാം റജബായി കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് നാം ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് വർധനവ് നൽകി ബറക്കത്ത് ചെയ്ത് റമളാനിന് ഞങ്ങൾക്ക് എത്തിച്ചു തരണേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതിന്റെ പിന്നാലെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. റജബിലെ ഏറ്റവും പുണ്യമാകപ്പെട്ട ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജ്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാഖ് എന്ന മിന്നൽ വേഗത്തിലുള്ള ആ വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ നിർവഹിക്കുന്നു. അതിനുശേഷം ആകാശത്തിലേക്ക് മിഅ്റാജ് നടത്തുന്നു. അള്ളാഹുവിനെ കാണുക എന്നുള്ള മഹത്തായ ഒരു സംഭവം ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടായ മാസമാണ് റജബ് എന്നുള്ളത്. മാത്രമല്ല, റജബ് എന്നുള്ളത് 5 നേരത്തെ ഫർദ് നിസ്കാരം ഈ ഉമ്മത്തിന്, അതുപോലെ തന്നെ വുദു അടക്കം ഫർദാകപ്പെട്ട ഒരു മാസമാണ് റജബ്. അതിന്റെ 27-ാം ദിവസം വളരെ പവിത്രമാണ്. 27 എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും നോമ്പ് പിടിക്കൽ പ്രത്യേകമായ അയ്യാമുസൂദിന്റെ നോമ്പ് ഉള്ള ദിവസമാണ്. മാത്രമല്ല, റജബിന്റെ മിഅ്റാജിന്റെ ദിവസം കൂടി ആവുമ്പോൾ അതിലേക്ക് പവിത്രതയും മഹത്വവും കൂടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിനെ കാണുക എന്നുള്ള മഹത്വം ലഭിച്ചതും, അതുപോലെ തന്നെ ഈ ഉമ്മത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ 5 നേരത്തെ നിസ്കാരം ഫർളാകപ്പെട്ടതുമായ ആ ദിവസം നാം എന്തുകൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാകണം. ഇതിന്റെ ശേഷം നമുക്ക് വരാനിരിക്കുന്നത് ഷഅബാനാണ്. ഷഅബാനു ഷഹരി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഷഅബാൻ എന്റെ മാസമാണ്. അപ്പോൾ ഷഅബാൻ മാസത്തിൽ ഈ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വരുന്നത് റമളാനു ഷഹറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളുടെ മാസമാണ്. റജബിൽ തന്നെ നാം റമളാനിന് വേണ്ടി ഒരുങ്ങിയവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാനിന് വേണ്ടി ഒരുങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ നാം ഒരു പ്ലാനിങ്ങിൽ വേണം. അതായത് നമുക്ക് റമളാനിൽ എന്തെല്ലാം ചെയ്യാം, എത്ര ഹത്മുകൾ ഓതാം. റമളാനിൽ പ്രത്യേകമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഖുർആന് ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ എന്നുള്ളത്. ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നല്ല മാസങ്ങളിൽ നാം അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് നമ്മളെ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.